രാവിലെ 6 മണിയോട്ട് ഞാൻ ഈ കമ്പും പൊക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് കൊത്താം, താല്പര്യമില്ലാത്തവർ കൊത്തണ്ട. ഞാൻ ആരുടെയും വീട്ടിൽ വന്ന് അയ്യോ കൊത്തണേ എന്ന് ഞാൻ പറയില്ല. ഓ ഇനി എര മണ്ണിര പോരായിരിക്കും, ചിക്കൻ ഫ്രൈ മേടിച്ചോണ്ട് വരാം. ചിക്കൻ ഫ്രൈയുടെ കാര്യം പറഞ്ഞപ്പോ വരാലിന്റെ ഇളക്കം കണ്ട. 5 രൂപയുടെ നിനക്ക് ഞാൻ 90 രൂപ ചിക്കൻ ഫ്രൈ മേടിച്ചോണ്ട് വരാം. കൊത്തി നിനക്കെന്താ? നീ എന്താണ് ഇവിടെ കിടന്ന് കാണിച്ചോണ്ടിരിക്കണത്? ഞാനൊരു മണ്ണിരെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുന്നു. വന്നാ നിനക്ക് കൂട്ടുപ്രതിയാണ്. അതാണല്ലേ, നല്ല വെള്ളാണല്ലോ ഈ കലങ്ങി കിടക്കണ വെള്ളം. നല്ല വെള്ളം. നീ കണ്ണാടി വെച്ചേക്കണ എന്തിനാണ്? ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കും. കലങ്ങി കിടക്കണ വെള്ളല്ല, നീ നല്ല വെള്ളാണെന്ന് വെച്ചതാ. അതെങ്ങനെ മനസ്സിലായി? നീ നിന്നിങ്ങനെ കറങ്ങണണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല വെള്ളാണെന്ന്. അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ കറങ്ങും. മനസ്സിലായില്ലല്ലേ? അല്ല. EG 2 കുത്ത്. EG 2 കുത്ത് അതെന്താണ്? എക്സാമ്പിൾ അതാണല്ലേ. അതായത് ഭൂമിയുടെ 3/2 ഭാഗം എന്താണ്? വെള്ളമാണ്. ഭൂമി അതുകൊണ്ടല്ലേ നിന്നിങ്ങനെ കറങ്ങുന്നത്. അതുകൊണ്ട് ആ ഭൂമിയുടെ ഭൂമധ്യരേഖയിൽ നിന്നുകൊണ്ട് 2 അടിച്ച് ഞാൻ നിന്ന് കറങ്ങൂടാ. എന്താ നിനക്ക് പ്രശ്നം? നീ ഇപ്പൊ ഭൂമിയുടെ കേസ് പറഞ്ഞപ്പോൾ അതിന്റെ അകത്തൊരു മദ്യം കയറ്റി. എന്തും മദ്യം വെച്ചേ സംസാരിക്കാറുള്ളൂ. അങ്ങനെയാണോ? അതങ്ങനെ. EG 3 കുത്ത് എന്ന് വെച്ചാല് എക്സാമ്പിൾ. എന്ന് എടാ ഈ MP എന്ന് പറഞ്ഞാൽ എന്താ? MP എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ ഓഫ് പാർലമെന്റ്. അത് നിനക്ക്. എനിക്ക് മദ്യപാനി. അങ്ങനെയാണെങ്കിൽ MLA എന്ന് പറഞ്ഞാലോ? മദ്യം ലേശം ആകാം. അങ്ങനെയാണെങ്കിൽ CMO കൺട്രോൾഡ് മദ്യപാനി. അങ്ങനെയാണെങ്കിൽ PMO പക്കാ മദ്യപാനി. എല്ലാം മദ്യം കിട്ടി കൊള്ളാട്ടാ. നിനക്ക് കൊള്ളാം. ഇതങ്ങോട്ട് ഇറങ്ങട്ടെ. നിനക്കും കിട്ടും എനിക്കും കിട്ടും. നിനക്ക് എങ്ങനെ ഈ പൂപ്പൂന്ന് പേര് വന്ന്? പൂപ്പൂന്ന് പേര് കിട്ടും. സംഭവം വേറൊന്നുമല്ല. ഈ പുഴയുടെ അപ്പുറത്ത് നിൽക്കുന്നവർ വള്ളത്തിന് വേണ്ടി അവിടെ നിന്നിട്ട് വിളിക്കും. അപ്പൊ ഞാൻ ഇക്കരായിരിക്കും. അതെ. അപ്പോ ഞാൻ അക്കരെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവർ എന്നെ വന്നിട്ട് അങ്ങനെ വിളിക്കും. അങ്ങനെ ഈ 2 പൂവും കൂടെ ചേർത്താണ് പൂ. ഇതിന്റെ ഇടയിൽ പിന്നെ വള്ളം താമസിക്കുമ്പോ മായും കായും ഒക്കെ ചേർത്ത് വിളിക്കും. അതല്ലേ. എന്തായാലും നിന്റെ അഹങ്കാരൊക്കെ തീരാൻ പോവാട്ടാ. അത് ജങ്കാറ് വരാൻ പോവാ. ഇവിടെ കൺലൈനർ വന്നാലും ജങ്കാറ് വരാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾ എന്റെ വള്ളത്തിൽ മണ്ണ് വാരിയിട്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിയില് മണ്ണ് വാരിയിടുന്നല്ലേ പറയേണ്ടത്? ആ വള്ളമല്ലേ എന്റെ കഞ്ഞി. പെട്ടെന്ന് പോവാ ചേട്ടാ. അക്കരെ പോണം വെള്ളോട്. അക്കരെ പോണം വെള്ളോട്. എടാ അതിന് നീ അക്കരല്ലേടാ നിക്കണത്? എടാ ഞാൻ ഇക്കരല്ലേ നിക്കണം. അക്കരെ പോണം വെള്ളം എടുക്കാൻ. ഈ പുഴയുടെ അപ്പുറത്തുള്ളവര് പറയണത് ഇതാണ് അക്കരയെന്ന്. ഓ എന്റെ ചേട്ടാ, അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് ഇക്കരെ, ഇക്കരെ നിൽക്കുന്നവർക്ക് അക്കരെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇക്കരെ. എന്റെ ചക്കരെ പറഞ്ഞോട്ടെ. അക്കരയായാലും ഇക്കരയായാലും തൽക്കാലം ഇത് തക്കല. ഞാൻ പറയാം വെള്ളമാണോ? പിന്നെ രാവിലെ തൊട്ട് വെള്ളല്ലേ? എന്തോന്നാ നീ കാണിക്കുന്നത്? എന്തായാലും ഗുണമുണ്ടോ നിന്നെ പറ്റി? അല്ലെങ്കിൽ തന്നെ ഇവനെ കൊണ്ട് ഒരു ഗുണവുമില്ല. കഴിഞ്ഞ ആഴ്ച എന്റെ മോന് ലൂസ് മോഷൻ വന്ന് അക്കരെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇയാള് വഞ്ചിയിൽ കയറ്റിയില്ലാന്ന്. മെമ്പറിന്റെ മോന് ലൂസ് മോഷൻ വന്നു. എന്താണ് കൊണ്ടുപോകാത്തത്? നമ്മളെ മെമ്പറിന്റെ മോന് ലൂസ് മോഷൻ വന്നിട്ട് ഇവൻ കൊണ്ടുപോയില്ല. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ലൂസ് മോഷൻ വന്ന ഇവൻ കൊണ്ടുപോവോ? എന്റെ കുഞ്ഞെ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഈ വള്ളം എന്ന് പറയുന്നത് വളരെ സ്ലോ മോഷനിൽ പോകുന്ന ഒരു വസ്തുവാണ്. അതിൽ ലൂസ് മോഷനുള്ള ഒരാൾക്ക് കയറാൻ പറ്റില്ല. മാത്രമല്ല ആ സമയത്ത് വള്ളത്തിൽ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ ടൂറിസ്റ്റിനെ വള്ളത്തിൽ കയറ്റിയാൽ ആ ടൂറിസ്റ്റുകൾ ടെററിസ്റ്റ് ആയിട്ട് വന്ന് എന്നെ വെടിവെക്കില്ലേ? ചേട്ടാ എന്നാലും നമുക്ക് അക്കരെ പോണ്ടേ? പിന്നെ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോണം. പോണല്ല. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ എന്താ പറ്റി? അയ്യോ എന്റെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. ക്രിട്ടിക്കൽ സ്റ്റേജ്. ക്രിട്ടിക്കൽ സ്റ്റേജോ? അയ്യോ ഈ കട്ടച്ച സ്റ്റേജിൽ ഞാൻ നാടൻ പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നൊരു നാടൻപാട്ടിന്റെ കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ട് നിന്നത്. കള്ളും കുടിച്ച് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അല്ല അച്ഛനെന്താ പറ്റിയെന്ന് പറഞ്ഞില്ല. എനിക്ക് അച്ഛനെ കാണാൻ പോണം. എനിക്ക് അച്ഛനെ കാണാൻ പോണം. പോവാടി പെണ്ണ്, പോവാടി പെണ്ണ്, അച്ഛനെ കാണാൻ പെണ്ണ്. അച്ചപ്പം കൂടെ അച്ഛനെ കാണാൻ പോവാടി പെണ്ണ്, പോവാടി പെണ്ണ്, പോവാടി പെണ്ണ്, അച്ഛനെ കാണാൻ പോവാടി പെണ്ണ്. അച്ചപ്പം ചക്കി എന്നൊരു ചെമ്പാരുന്നവളോ തകതൈവ, ചക്കി എന്നൊരു ചെമ്പാരുന്നവളോ തകതൈ, ചക്കി എന്നൊരു ചെമ്പാരുന്നവളോ തകതൈ, ചക്കി എന്നൊരു ചെമ്പാരുന്ന. എന്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കണ വല്ല ബോധം ഉണ്ടോ?
അല്ല ശരിക്കും അച്ഛൻ എന്താ പറ്റിയത്? അച്ഛൻ ഇന്നലെ ബൈക്കിൽ നിന്ന് വീണ്. ബൈക്കുന്ന വീണാ? കാലടിച്ചാണോ വീണത്? അരടിച്ചാണോ വീണത്? കാലടിച്ചല്ല വീണത്, അര അടിച്ചല്ല വീണത്, ഫുൾ അടിച്ചാണ് വീണത്. അടിച്ചാ പിന്നെ വീഴൂലേ? പിന്നെ അല്ലാതെ അച്ഛന് ബ്ലഡിൽ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം ഉണ്ട്. അയ്യോ, എന്നിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് നിങ്ങൾ? ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ഇന്നലെ റിസൾട്ട് വന്ന്. ആ റിസൾട്ട് എന്താ പറഞ്ഞേക്കണത്? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെ ശരീരത്തിൽ നിന്നും മദ്യം കുത്തിയെടുത്തപ്പോൾ ബ്ലഡിന്റെ അംശമുണ്ടെന്ന്. എങ്ങനെ ഒന്നും കൂടി പറഞ്ഞേ. അച്ഛന്റെ ശരീരത്തിൽ നിന്ന് മദ്യം കുത്തിയെടുത്തപ്പോൾ അതിൽ ബ്ലഡിന്റെ അംശമുണ്ടെന്ന്. അല്ല പറഞ്ഞ തിരിഞ്ഞു പോയാ? ഒന്നും തിരിഞ്ഞു പോയില്ല. എന്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെ തന്നെ. എനിക്ക് അച്ഛനെ കാണാൻ പോണം. ഓടി പെണ്ണ്, ഓടി പെണ്ണ്, നിന്റെ അച്ഛനെ ഒടിയാട്ടം, ചക്കിപ്പരുന്ത്, കട്ട മീശം വെച്ച് പേക്കൂത്ത്. നിങ്ങൾക്ക് നീന്താ അറിയാമോ? നിങ്ങൾക്ക് നീന്താ അറിയാമോ? നിങ്ങൾ പറ. എനിക്ക് നീന്ത അറിഞ്ഞൂടാ. ആര് പറഞ്ഞോടാ നിനക്ക് നീന്താ അറിഞ്ഞോളൂ? നീ ഇവിടെ കല്യാണം കഴിച്ചെന്റെ പിറ്റേ ദിവസം തൊട്ട് കയ്യും കാലും അടിച്ച് നീന്തണം ഞാൻ കാണുമല്ലോ. നീന്തണം? ഞാൻ ഇരുന്ന് നിരങ്ങാണ്, അറിയാമോ? നരയിക്കാണ് ഞാൻ, നരയിക്കാണ്. രണ്ടുപേരും കൂടെ എന്തോന്നാണ് പറഞ്ഞോണ്ടിരിക്കണേ? നാടൻ പാട്ടിന്റെ ക്യാമ്പ് എവിടെ ഇടണമെന്നുള്ള ചർച്ച. പെട്ടെന്ന് പോവാം, സമയം ഒരുപാടായി. നമുക്ക് എങ്ങനെയെങ്കിലും പോണം അപ്പുറത്തോട്ട്. ഇവന്റെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാ നിന്റെ അച്ഛൻ അങ്ങെത്തുന്നതിന് മുന്നേ നമ്മളങ്ങെത്തും. മെമ്പറെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവിടെ ജങ്കാർ കൊണ്ടുവരാന്ന് പറഞ്ഞു. എവിടെ ജങ്കാർ? എവിടെ ജങ്കാറ്? ജങ്കാറ് വരും. എവിടെന്ന് പറ ജങ്കാർ, പെട്ടെന്ന് വരാൻ പറ. എപ്പോ വരും? അല്ല ജങ്കാറ് ഇപ്പൊ വരുമല്ലോ. എപ്പോ വരും? ജങ്കാറ് എപ്പോഴായാലും വരുന്നേ. അലാഫോൻ പ്രചോദന്റെ മുടിയും മുരളി ഗിന്നസിന്റെ മുഖവും. പ്രചോദൻ എവിടെ? ജങ്കാർ എവിടെ? ജങ്കാറ് വരും. എപ്പോ വരുമെന്ന് പറ. ജങ്കാറ് ജങ്കാറ് വന്നേ. ഇവിടെ ഹലോ ഹലോ, ഇവിടെ ഇവിടെ ജങ്കാറ് ദേ വന്നു. അതെ എവിടെ? ദേ അവിടെ. ജങ്കാറ് കയറാൻ വന്ന ആളല്ലേ? ജങ്കാറ് കാണില്ലല്ലോ. അത് ജങ്കാറിന്റെ ആൾക്കാരാണെന്ന്. എവരാണ് ആ ജങ്കാറിന്റെ ആൾക്കാർ? എനിക്ക് നിങ്ങളോടാണ് ചോദിക്കണം. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്ത്? ഞാൻ ഇവിടെ ഈ വെള്ളവും തുഴഞ്ഞ് ജീവിക്കണതിന്റെ ഇടയിൽ നിങ്ങൾ എന്തിന് ജങ്കാറും കൊണ്ടുവന്നു? ജങ്കാർ ഇന്നല്ല, ജങ്കാർ 4-ാം തീയതി വരാൻ പോണേ. ജൂലൈ 4-ാം തീയതി. ജൂലൈ 4-ാം തീയതി എന്ന് വന്നാലും എന്റെ വയറ്റ് തടിക്കാനല്ലേ നിങ്ങൾ അത് കൊണ്ട് ഇങ്ങോട്ട് വരണത്? ജങ്കാർ എന്ന് പറഞ്ഞാല് പുഴയിൽ ഓടുന്ന ജങ്കാറല്ല, തിയേറ്ററിൽ ഓടുന്ന ജങ്കാറിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ സിനിമയല്ലേ? എടാ നാടൻപാട്ട, ഇത് സിനിമ. സിനിമയാണോ? സിനിമ സിനിമയായിരുന്നോ? സംഭവം ഞാൻ ഡയറക്ടർ ആരായിരുന്നു സാറേ? ഇതിലെനിക്കൊരു വേഷം തരും സാറേ. ഉണ്ട് സാറേ. ഇതിൽ ഇവിടെ വെച്ച് നോക്കുമ്പോ എനിക്കൊരു വേഷം അതിൽ കാണുന്നുണ്ട്. അതായത് ഈ ജങ്കാറ് പോകുമ്പോ ഒരു കൂട്ടം മാനത്ത് കണ്ണികൾ ഇങ്ങനെ പോകും. അതിന്റെ ലീഡ് മാനത്ത് കണ്ണിയാണ് നീ. ഞാൻ സാറേ, ഞാൻ അല്പം ഫിറ്റാണ്. പക്ഷെ എങ്കിലും ജൂലൈ 4-ന് ഇറങ്ങുന്ന ജങ്കാറ് സൂപ്പർ ഹിറ്റ് ആകും. കയ്യടി 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 കയ്യടി. അത് വേറെ കാര്യമുണ്ട്. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ പടം സൂപ്പർ ഹിറ്റ് ആവും. അതെ അതെ. പക്ഷേ ജങ്കാർ കൊണ്ടുവരാന്ന് പറഞ്ഞ് പൈസ മേടിച്ചിട്ട് ജങ്കാർ എവിടെ? ജങ്കാർ എവിടെ? ജങ്കാറ് വരും. എവിടെ വരും? അല്ല ജങ്കാറ് വരും. എപ്പ വരും? ദേ ജങ്കാറല്ല വരുന്നത്. എവിടെ? ഇവിടെ വീണ്ടും ജങ്കാറാ? നോക്കിക്കൊണ്ടിരിക്കാതെ ഓടിച്ചിട്ട് പിടിക്കാം അങ്ങോട്ട്. ഇതിപ്പോ എന്തിനാ കയ്യിലെടുത്ത്? സ്പീഡ് കിട്ടൂല. അവരോട് ഓടിപ്പോണമെന്നുണ്ട്. ഞാൻ അവരെ വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ ഞാൻ വീടിന്റെ പല്ലളവും വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ ബാക്കിയും കൂടെ അടിച്ചിളക്കും. പിടി, പിടി.